കൊച്ചി പുറംകടലിൽ മുങ്ങിയ കപ്പലിലെ എണ്ണച്ചോർച്ച തടയാൻ ദൗത്യം തുടങ്ങി. മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന 12 അംഗ സംഘം കടലിലേക്ക് പുറപ്പെട്ടു. കപ്പലിന്റെ ചോർച്ച കണ്ടെത്തി പരിഹരിക്കുകയാണ് പ്രധാന ദൗത്യം. കിരൺകുമാറാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. കിരൺ, പ്രധാനപ്പെട്ട ഈ ദൗത്യം എങ്ങനെ നടപ്പിലാക്കാനുള്ള ഒരു ആസൂത്രണമാണ് നടക്കുന്നത്? വീണ, അറബിക്കടലിൽ കൊച്ചി തീരത്തിന് സമീപമായി മുങ്ങിയ കപ്പലിലെ ചോർച്ച അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ദൗത്യ സംഘം പുറപ്പെട്ടിരിക്കുന്നത്. ആദ്യ സംഘം കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. 12 പേരടങ്ങുന്നതാണ് ഈ സംഘത്തിലുള്ളത്. ഇതിൽ മുങ്ങൽ വിദഗ്ധരടക്കം ഈ സംഘത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ തന്നെ വിദേശത്ത് നിന്നടക്കമുള്ള ഇത്തരം കാര്യത്തിൽ നൈപുണ്യമുള്ള ടെക്നീഷ്യന്മാരാണ് ഇതിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഘം ആദ്യം കപ്പലിൽ പരിശോധന നടത്തുകയും പിന്നീട് എണ്ണച്ചോർച്ച അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കും. ഏതായാലും ഈ കപ്പലിൽ നിരവധി രാസവസ്തുക്കൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഉള്ളത്. കൂടാതെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഈ എണ്ണച്ചോർച്ചയാണ്. ഈ എണ്ണച്ചോർച്ച തടയുന്നതിന് വേണ്ടി കപ്പലിൽ ഉണ്ടായിട്ടുള്ള ഈ ദ്വാരങ്ങൾ കണ്ടെത്തി അവ അടക്കുക എന്നുള്ളതാണ്. ഇതാണ് ഈ ദൗത്യത്തിന്റെ ആദ്യഘട്ടത്തിലായിട്ട് നടക്കുക. ഏതായാലും ആ കാര്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു 12 അംഗ സംഘം കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി കിരൺ. 12 അംഗ സംഘമാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. എണ്ണച്ചോർച്ച തടയുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം. ആദ്യ ദിനം തന്നെ ഈ തരത്തിൽ എണ്ണച്ചോർച്ച ഉണ്ടായാൽ ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന തരത്തിൽ ആശങ്കയുണ്ടായിരുന്നു. മറ്റൊരാശങ്ക നമുക്കറിയാം, ഈ കണ്ടെയ്നറുകൾ പലതും കടലിൽ ഒഴുകി നടന്നതും അതിൽ രാസവസ്തുക്കൾ അടക്കമുള്ളവ കടലിൽ ചേർന്നിട്ടുണ്ടോ എന്നുള്ള ആശങ്കയിൽ നിൽക്കുകയാണ്. നമുക്ക് ഈ ട്രോളിംഗ് നിരോധനം വരുന്നത് നമുക്കറിയാം. അത് മത്സ്യങ്ങളുടെ ഒരു പ്രജനന കാലം നോക്കിയാണ് ഈ ട്രോളിംഗ് നിരോധനം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കടലിലെ മത്സ്യസമ്പത്തിൻ്റെ വളരെ നിർണായകമായ ഒരു സമയം കൂടിയാണ്.